ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവസര സമത്വം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കുണ്ടെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി VM അലിയാർ പറഞ്ഞു. നൂറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ ഭാഗമായി പിന്നോക്കം പോയ ജാതിമത സാമൂഹിക വിഭാഗങ്ങൾക്ക് തുല്യനീതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ സംവരണ തത്വം ഭരണഘടനയുടെ ഭാഗമാക്കിയത്. എന്നാൽ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഭരണകൂടങ്ങൾ തുച്ഛമായ സംവരണ ആനുകൂല്യങ്ങളാണ് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തത്. ഈ സംവരണ ആനുകൂല്യം നിലനിൽക്കെ തന്നെ പ്രബുദ്ധതയും പുരോഗമനവുമായ കേരളത്തിലെ സർക്കാർ ജോലികളിൽ നിലനിൽക്കുന്ന സാമുദായിക അസന്തുലിതം സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് പഠന വിധേയമാക്കണം. മുസ്ലിങ്ങൾക്കും ഈഴവർക്കും ദളിതർക്കും സർക്കാർ ജോലികളിൽ ഗുരുതരമായ പ്രാതിനിധ്യ നഷ്ടം നേരിട്ടതായി ഔദ്യോഗിക രേഖകൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. സാമൂഹിക പുരോഗതിക്കും തുല്യ നീതിക്കും അവസര സമത്വത്തിനും ജനസംഖ്യാനുപാതിക സംവരണ പ്രായോഗിക വൽക്കരിക്കണമെന്ന ആവശ്യമാണ് PDP ഉയർത്തുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ കാലുഷ്യം വിതയ്ക്കുന്ന അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വിദ്വേഷ ചിന്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജോലികളിൽ സാമൂഹ്യ അനീതി പരിഹരിക്കാൻ ജനസംഖ്യാനുപാതിക സംവരണം ആവശ്യപ്പെട്ട PDP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നിയമസഭയിലെ ഒരു MLA ഉന്നയിച്ച ഒരാവശ്യത്തിന്മേൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. കേരളത്തിൽ നിലവിലുള്ള കേരളത്തിന്റെ സർക്കാരിന്റെ കീഴിൽ പൊതുമേഖലയ്ക്ക് കീഴിൽ ഉൾപ്പെടെ എല്ലാ തസ്തികകളിലും ഉന്നതമായ തസ്തികകൾ മുതൽ ചീഫ് സെക്രട്ടറി മുതൽ താഴെ ക്ലർക്കുമാരുൾപ്പെടെ താഴെ സൂപ്പർ പോസ്റ്റിൽ ഉൾപ്പെടെ കേരളത്തിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 5 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഈ കേരള സംസ്ഥാനത്തിന്റെ ജീവനക്കാരെന്ന് അവകാശപ്പെടുന്നവർ, അതല്ലെങ്കിൽ അതിനുവേണ്ടി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നവർ, കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് സമ്പത്ത് ചെലവഴിച്ച് മാസാമാസം ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ ജാതിയും മതവും സമുദായവും തിരിച്ചുകൊണ്ടുള്ള കണക്കാണ് പുറത്തു വന്നത്. അതിന് ക്ലാസ് 4 ജീവനക്കാരുടെ പ്രത്യേക കണക്കോ LD ക്ലർക്ക് വിഭാഗത്തിന്റെ പ്രത്യേക കണക്കോ അതിന്റെ മുകളിലേക്കുള്ള ഓരോ തസ്തികകളുടെയും ഉയർന്ന തസ്തികകളുടെ പ്രത്യേകം തരംതിരിച്ച കണക്കല്ല. മൊത്തം 5 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരുടെ ജീവനക്കാരുടെ പൊതുവായ കണക്കാണ് പുറത്തു വരുന്നത്. തൃക്കാക്കര നഗരസഭാ ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കളക്ട്രേറ്റ് മുന്നിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TA മുജീബ് റഹ്മാൻ, ജില്ലാ സെക്രട്ടറി ജമാൽ കുന്നിക്കര, വിശ്വനാഥൻ എടവനക്കാട്, ഷജീർ കുന്നത്തേരി, അബൂബക്കർ പള്ളിക്കവല, നജീബ് എടത്തല, സുബൈർ വെട്ടിയാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാക്കനാട്.